ഒന്ന് ഇത് കണ്ടില്ലേ കിടക്കുന്ന കിടപ്പ്. ഇവിടെ മിക്ക ആൾക്കാരും സാമൂഹിക വിരുദ്ധരുടെ അഴിഞ്ഞാട്ടമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും എപ്പിക് ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നല്ല മഞ്ഞും അതുപോലെ മഴയൊക്കെ ഉണ്ട്. അപ്പം മഞ്ഞ് ഉണ്ടോ എന്ന് നമ്മൾ തപ്പി പോവുകയാണ് ഉദയഗിരി എന്ന് പറയുന്ന സ്ഥലത്തേക്ക്. അപ്പോൾ ഇവിടെ നിലവിൽ ഇപ്പം മഴയൊന്നും ഇല്ല. അതുപോലെ മഞ്ഞ് എല്ലാം അങ്ങോട്ട് മലകളിലേക്കൊക്കെ ഒഴുകി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം മഞ്ഞ് എവിടെയുണ്ട് എന്ന് നമുക്ക് ഒന്ന് അന്വേഷിച്ച് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മിഥുൻ ബ്രോ ഇപ്പം തന്നെ വരുമെന്നാണ് പറഞ്ഞത്. നമ്മൾ അവന് വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പം അവൻ്റെ വീടിൻ്റെ അങ്ങോട്ടുള്ള വഴി കോൺക്രീറ്റ് ചെയ്തതുകൊണ്ട് നമുക്ക് വണ്ടി അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പോൾ ഇവിടെ കൊണ്ട് ബ്ലോക്കാണ്. അപ്പോൾ അവൻ വരുന്ന കാലത്ത് നമ്മൾ നിൽക്കുകയാണ്. ഒരു നല്ല മഴയൊക്കെ കഴിഞ്ഞ് കിടക്കുന്ന ഒരു മനോഹരമായ പ്രകൃതി ഭംഗിയൊക്കെ ഉള്ളൊരു സ്പോട്ടാണിത്. ഇതിലെയാണ് നമ്മുടെ തമ്പുരാൻ കുന്നിലേക്ക് പോകുന്ന വഴി. കോസ്മോസ് അണ്ണൻ്റെ വീട് ഇതുണ്ട്, എല്ലാം അവിടെയായിട്ട് വരും. അപ്പം നമ്മൾ കാത്തിരിക്കുകയാണ്. അവിടേക്കൊക്കെ നല്ല വ്യൂ ആട്ടോ. അങ്ങനെ കുറച്ച് നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ നമ്മുടെ മിഥുൻ വന്നു. അതിനുശേഷം ഞങ്ങൾ പതുക്കെ യാത്ര തിരിച്ചു. ആദ്യം കാമാക്ഷിയിലാണ് എത്തിയത്. കാമാക്ഷിയിൽ നിന്ന് നമ്മൾ നേരെ അമ്പലമേട് കയറി. അമ്പലമേട്ടിൽ നിന്നും നേരെ അടയാളക്കല്ലിലേക്ക് പോവുകയായിരുന്നു. അപ്പം യാത്രകൾ മനോഹരമാകുന്നത് പോകുന്ന വഴിക്ക് നമ്മൾ കാണുന്ന കാഴ്ചകളും അവിടുത്തെ ആ പ്രകൃതിയുടെ ഭംഗിയൊക്കെ ആണല്ലോ. അപ്പം നല്ല മനോഹരമായ ഒരു കാഴ്ചയായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയത്. നമ്മുടെ ഇടുക്കിയിലേക്ക് നിങ്ങളൊരു ട്രിപ്പ് വരാൻ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എത്രയും വേഗം പ്ലേ സ്റ്റോറിൽ കയറി ഗോ ഇടുക്കി എന്ന് പറയുന്നൊരു ആപ്പുണ്ട്. ആ ഒരു ആപ്പിൽ നമ്മളുടെ ഇടുക്കി ജില്ലയിലെ മിക്ക സ്പോട്ടുകളുടെയും ഹിഡൻ സ്പോട്ടുകളുടെയും അതുപോലെ പ്രധാനപ്പെട്ട സ്പോട്ടുകളുടെയും എല്ലാം ഗൂഗിൾ മാപ്പിലേക്ക് ചെല്ലാവുന്ന രീതിയിൽ അതിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ ജസ്റ്റ് ഗോ ഇടുക്കി എന്ന് പറയുന്ന നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. പ്ലേ സ്റ്റോറിലുണ്ട് ഗോ ഇടുക്കി. അപ്പോൾ ആ ഒരു ആപ്പിൽ നിങ്ങൾക്ക് ഒരുപാട് സ്പോട്ടുകൾ കിട്ടും. അതിലുണ്ട് വിസിറ്റഡ് പ്ലേസസ്, ഒരുപാട് സംഭവമുണ്ട് നല്ല നല്ല. പിന്നെ നമ്മുടെ ബഡ്ജറ്റ്, എത്ര രൂപ ബഡ്ജറ്റ് ഇട്ടാണ് പോകുന്നത്, അതൊക്കെ കുറിക്കാനുള്ള സംവിധാനമൊക്കെ നമ്മുടെ ആപ്പിലുണ്ട്. അപ്പോൾ എല്ലാവരും ആ ആപ്പും ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇടുക്കിക്ക് വരുമ്പോൾ വളരെ ഗുണകരമായിരിക്കും. അതിൻ്റെ അകത്ത് നമുക്ക് നേരെ മാപ്പിലേക്കൊക്കെ പോകാൻ പറ്റും. മാപ്പിട്ട അങ്ങനെ അങ്ങ് പോകാം. നല്ല സൂപ്പർ സ്പോട്ടുകളുണ്ട്, ഹിഡൻ സ്പോട്ടുകളൊക്കെ അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പാക്കേജായിട്ട് എങ്ങനെയും പോകണമെങ്കിൽ അങ്ങനെയും ഉള്ള സെറ്റപ്പ് നമ്മുടെ സംവിധാനത്തിലുണ്ട് ഇപ്പം. അപ്പോൾ അങ്ങനെയൊക്കെ പോകാൻ താല്പര്യമുള്ളവർ നമ്മളുമായി കമൻറ്റിലോ ഇൻസ്റ്റഗ്രാമിലോ ഒക്കെ ആയിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ഇന്ന് മഞ്ഞ് കാണാൻ വേണ്ടിയാണ് നമ്മൾ പോയത്. പക്ഷേ വീട്ടിൽ നിന്നും ഇറങ്ങിയപ്പം മഞ്ഞുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ പോകുന്ന വഴിക്കൊന്നും മഞ്ഞിനെ അങ്ങ് കണ്ടില്ല. മഞ്ഞിനെ തപ്പി പോയതാണ്. പക്ഷേ മഴ മാറിയതിന് ശേഷം ഞങ്ങൾ പോയതാണ്. പക്ഷേ മഞ്ഞിനെ അങ്ങ് കിട്ടിയില്ല. മഞ്ഞ് സീസണായി വരുന്നേ ഉള്ളൂ. ഇനി 2-3 മാസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മഞ്ഞും മഴയും ആയിരിക്കുമല്ലോ. ഇപ്പം തന്നെ വേനൽ മഴയൊക്കെ തുടങ്ങിയിരിക്കുകയാണ് ഇടുക്കിയിൽ. നല്ല ശക്തമായിട്ടാണ് പെയ്യുന്നത്. വൈകുന്നേരം ഇപ്പം മഴയാണ്. മിക്ക ദിവസവും മഴയുണ്ട്. ചില ദിവസം മാത്രമേ ഉള്ളൂ മഴ പെയ്യുന്ന പോലെ ഇങ്ങ് വന്ന് പറ്റിക്കുന്നത്. ചില ദിവസം തകർത്ത് വരികയാണ്. ഇന്നലെ ഒരു മണിക്കൂർ നന്നായിട്ട് തകർത്ത് പെയ്തിരുന്നു. അപ്പോൾ ആ മഴ കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ഈ ഒരു ട്രിപ്പ് പോയത്. മഴ കഴിഞ്ഞപ്പോൾ തന്നെ നല്ലതായിട്ട് സെറ്റായിരുന്നു. ഇപ്പം നമ്മൾ കണ്ടതാണ് ഒരു ഹോം സ്റ്റേ ആണ്. ഒരു അടിപൊളിയാണ്. കാണാൻ തന്നെ ഒരു പ്രത്യേക എടുപ്പാണ്. ഇത് നമ്മുടെ ഉദയഗിരി ഭാഗത്തായിട്ട് വരും. അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് തേയിലത്തോട്ടങ്ങളുടെയൊക്കെ നടുവിലൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴി പ്രത്യേക വൈബ് തന്നെ നൽകുന്ന ഒരു കിടിലൻ വഴിയാണ്. അപ്പോൾ ഈ വഴിയൊക്കെ വന്നിട്ടുള്ളവരാരെങ്കിലുമൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തോ കേട്ടോ.
അപ്പം ഗൈസ് നമ്മൾ മഞ്ഞ് തപ്പി വന്നെങ്കിലും മഞ്ഞ് നമുക്ക് വലുതായിട്ട് കാണാനൊന്നും പറ്റിയില്ലെങ്കിലും കുറച്ച് ദൂരെ ചെറിയ രീതിയിലൊക്കെ മഞ്ഞ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇനിയിപ്പം മഞ്ഞിൻ്റെ കാലമൊക്കെ വരാറായി. 2 മാസം കൂടെ ഏകദേശം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവിടെയൊക്കെ നല്ല മഞ്ഞായിരിക്കും. നമ്മുടെ വീഡിയോ ഒക്കെ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം ഈ ഒരു സ്പോട്ട്. അപ്പോൾ ഈ ഒരു സ്പോട്ടിലെ പ്രത്യേകതകളെക്കുറിച്ച് നമ്മുടെ മിഥുൻ നമ്മളോട് പറഞ്ഞു തരുന്നതായിരിക്കും. നമുക്ക് അവനോട് ചോദിച്ചു നോക്കാം. മിഥുൻ സാർ, ഈ ഒരു വ്യൂ പോയിന്റിന്റെ പ്രത്യേകതകൾ നമ്മുടെ ഗൈസിനൊന്ന് പറഞ്ഞു കൊടുക്കാമോ? ഹലോ ഗൈസ്, നമ്മളിപ്പോൾ വന്ന് നിൽക്കുന്ന അടയാളക്കല്ല് വ്യൂ പോയിന്റിലാണ്. വളരെ എക്സ്ട്രീം ഹൈറ്റിൽ നിൽക്കുന്ന ഒരു വ്യൂ പോയിന്റാണ് ഈ അടയാളക്കല്ല് എന്ന് പറഞ്ഞാൽ. ഇവിടെ ഒരു തൊട്ടടുത്ത് ഒരു ദേവി ക്ഷേത്രമുണ്ട്. അവിടെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കല്ലുണ്ട്. അതാണ് ഈ ഒരു സ്ഥലത്തിന്റെ മെയിൻ അട്രാക്റ്റീവ് പോയിന്റ്. അതാണ് ഈ ഒരു സ്ഥലത്തിന് അടയാളക്കല്ല് എന്ന് പറയുന്ന പേര് വരാൻ കാരണം. അങ്ങ് വിദേശത്ത് നിന്ന് ആൾക്കാരുകൾ വരെ വന്ന് കണ്ട് സ്റ്റഡി നടത്തിയിട്ട് പോകുന്ന ഒരു കല്ലാണത്. ഇത്ര വർഷങ്ങൾ കൂടുമ്പോൾ കുറച്ച് വളരുന്നുണ്ട്. ആർക്കിയോളജിക്കലി അതിനെന്തോ മെറ്റഫോറിസോ ഒക്കെ സംഭവിച്ചിട്ടുള്ള എന്തൊക്കെയോ പ്രക്രിയകളാണ്. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ഡിസ്കസ് ചെയ്യണം. നമുക്ക് ഈ സ്ഥലത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം ഗൈസ്. അപ്പം നമ്മളിപ്പോൾ ഒരു മഴയൊക്കെ കഴിഞ്ഞിട്ട് നല്ല മഞ്ഞ് തപ്പി ഇറങ്ങിയതാണ്. പക്ഷേ നമുക്ക് കാണാം ഇവിടെ ഇപ്പോൾ സൺലൈറ്റ് അടിക്കുന്നുണ്ട്. പക്ഷേ അങ്ങ് ദൂര ഭാഗത്തേക്കൊന്നും അത്ര സെറ്റപ്പായിട്ട് സൺലൈറ്റ് പോകുന്നില്ല. മൈക്കിൻ്റെ ഒരു ചെറിയ പ്രോബ്ലം ഉണ്ട്. ഞങ്ങളുടെ കയ്യിൽ മൈക്കില്ലാത്തതിൻ്റെ ഒരു വിഷയമുണ്ട്. അപ്പോൾ ഞങ്ങൾ പറയുന്നത് വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. പിന്നെ ഇതിൻ്റെ താഴെ അങ്ങോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം അവിടെ ഒരു മരത്തെ ഫുള്ള് കാക്കകൾ കയറിയിരിക്കുന്നത് കാണാൻ. കാണിച്ചു തരാം നിങ്ങളുടെ കൈ. അടയാളക്കല്ല് വന്നു കഴിഞ്ഞാൽ മെയിൻ വേറെ ഒരു കാഴ്ചയാണ് ഈ കാക്കകൾ. ഇവിടെ ഇഷ്ടം പോലെ കാക്കകൾ കണ്ട് ഇതുപോലെ ഇങ്ങനെ ഇരിപ്പുണ്ട്. ഇപ്പോൾ അപ്പുറ സൈഡിൽ നിന്ന് പറന്നു വന്നത് ആ മരത്തെ നോക്കി, അവിടെയും ഇതുപോലെ തന്നെ കുറേ കാക്കകളുണ്ട്. ഇതിലും മാത്രം കാക്കകൾ എവിടെ നിന്ന് വന്നറിയില്ല. മഴ പെയ്തപ്പോൾ വന്നായിരിക്കാം ചിലപ്പം. അപ്പം നിങ്ങളിങ്ങനെ വരുവാണെങ്കിൽ നമ്മൾ ഈ റൂട്ടിലേക്ക് എത്തണമെങ്കിൽ നേരെ പ്രകാശിൽ നിന്ന് പ്രകാശിൽ നിന്ന് ചെമ്പാപ്പാറ വഴി കൂടി കട്ടപ്പനയ്ക്ക് പോകുന്ന റൂട്ടുണ്ട്. ആരോട് ചോദിച്ചാലും പറഞ്ഞു തരും. ആ റൂട്ടിൽ ഇങ്ങ് വന്നു കഴിഞ്ഞാൽ ശാന്തിഗ്രാമിന്നും കയറി പോരാ. അപ്പം പ്രകാശിൽ നിന്ന് ചെമ്പാപ്പാറ റൂട്ട് ഇങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്ക് കുറേ ഒരു ഇറക്കം ഇറങ്ങി കഴിയുമ്പോൾ ഒരു ജംഗ്ഷൻ വരും. ആ ജംഗ്ഷനിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് നമുക്ക് ശാന്തിഗ്രാമിലേക്ക് പോകും. അപ്പോൾ ആ വഴി നിങ്ങൾ ഇറങ്ങിയിട്ട് ആരോട് ചോദിച്ചാൽ അടയാളക്കല്ല് പോകുന്നത് എവിടെ എങ്ങോട്ടാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് അവരൊരു മലയിലേക്ക് ചൂണ്ടിക്കാണിക്കും. ആ ഒരു മലയാണ് അടയാളക്കല്ല്. അപ്പോൾ അങ്ങോട്ട് വരാനായിട്ട് ഇഷ്ടംപോലെ വഴികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഈസി ആയിട്ട് കയറി വന്നിട്ട് ഇതുപോലെ വന്ന് എൻജോയ് ചെയ്ത് എക്സ്പ്ലോർ ചെയ്ത് വൈബ് അടിച്ച് പോകാവുന്നതാണ് ഗൈസ്. അപ്പം വണ്ടികളും കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇത് വരുള്ളൂ. ബസ് സർവീസ് ഇല്ല. അപ്പോൾ നിങ്ങൾ മാക്സിമം നിങ്ങൾ ഒന്നെങ്കിൽ നിങ്ങളുടെ സ്വന്തം വണ്ടിയായിട്ട് വരാൻ ശ്രമിക്കുക. അല്ലാതെ ഇവിടെ വരാൻ ഭയങ്കര പാടാണ്. പണ്ടൊക്കെ ഞങ്ങൾ സൈക്കിളൊക്കെ ആയിട്ട് വരുമായിരുന്നു. എൻ്റെ വീട് ഇവിടെ അടുത്ത് ബന്ധുക്കാരുടെ വീടൊക്കെ ഉണ്ടെന്നും പറഞ്ഞ് ഞങ്ങൾ പണ്ട് ഇവിടെ വന്ന് ബന്ധുക്കാരുടെ വീട് എവിടെയാണെന്ന് ഇവ മറന്നുപോയി ഞങ്ങൾ തിരിച്ച് പോയതൊക്കെയാണ്. സൈക്കിളൊക്കെ ഉന്തി മടുത്തായിരുന്നു. അപ്പോൾ അന്ന് അതൊക്കെ വേറെ കാലം. ഇപ്പോൾ നിങ്ങൾ വരണമെങ്കിൽ നിങ്ങളൊരു വണ്ടിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ യാത്ര നൈസായിട്ട് ഇവിടെ വന്ന് അടിപൊളിയായിട്ട് പോകും. പക്ഷേ ഇവിടെ വേറൊരു കാര്യം, ഇവിടെ അടുത്തെങ്കിലും വേറെ കടയൊന്നുമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഇവിടെ വരുന്നവരുടെ ഒരു ശ്രദ്ധയ്ക്കെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പഞ്ചായത്താണേലും ഇതൊക്കെ ഒന്ന് ഈ താഴേക്കൊന്നും കണ്ടില്ലേ കിടക്കുന്ന കിടപ്പ്. ഇവിടെ മിക്ക ആൾക്കാരും സാമൂഹിക വിരുദ്ധരുടെ അഴിഞ്ഞാട്ടമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ബീർ കുപ്പി എല്ലാ സാധനവും കാണും. സിഗരറ്റിന്റെ കവറ്. പണ്ട് ഏതോ പച്ച വീട്ടിൽ പ്രശ്നോ പുള്ളിയൊക്കെ പറഞ്ഞത് നേരാന്നാ തോന്നേ. ഇവിടെ ഭയങ്കര നമ്മളുടെ എന്നാലും വലിയ സെറ്റപ്പ് ഒന്നും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നത്. അവിടെ ഒരു ക്യാമറയൊക്കെ ഉണ്ട്. ഇതൊക്കെ ക്യാമറയൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. അങ്ങ് മൂലക്ക് ആ ക്യാമറ വെച്ചേക്കുന്നവർക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷെ ഇവിടെയാണ് ഈ പ്രശ്നം മൊത്തം. ഇവിടെ മൊത്തം കീറി കൂപ്പി അതും ഇതൊക്കെ ആയിട്ട് കിടക്കുക. ഇതൊക്കെ ഒന്ന് നിങ്ങൾ ആരിലൊക്കെ ഒന്ന് വൃത്തിയൊക്കെ ആക്കിയിട്ട് ഇവിടെ ഒരു കമ്പിവേലിയൊക്കെ കെട്ടി. ഈ ഇരട്ടയാർ പഞ്ചായത്തില് പെടുന്നതല്ലേ ഈ സ്ഥലം. അപ്പൊ പഞ്ചായത്തിന്റെ അധികാരികളാണേലും അല്ല ഇരട്ടയാറാണ്. അപ്പൊ ഇതൊന്ന് എന്തെങ്കിലും ഒരു വേസ്റ്റ് ഇടാനുള്ള എന്നാലും ഒരു ബെറ്റർ ഐഡിയ ഞാൻ പറഞ്ഞുതരാം. ഇവിടുന്ന് ഇവര് കമ്പിയൊക്കെ ഇങ്ങനെ സൈഡ് വഴി എല്ലാം അടിപൊളിയായിട്ട് വലിച്ച് ഒരു നടപ്പാത പോലെ സെറ്റാക്കുക ഇവിടെ ഇങ്ങനെ. എന്നിട്ട് കുറച്ച് വ്യൂ ഈ താഴത്തേക്കായിട്ട് കുറച്ച് കയറി ചെന്നിട്ട് കാഴ്ചകൾ കാണാൻ പറ്റുന്ന രീതിയിൽ ചെറിയൊരു സെറ്റപ്പ് ഉണ്ടാക്കുക. എന്നിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെന്നിട്ട് ഈ വേസ്റ്റ് ഒക്കെ മാറ്റിയിട്ടുണ്ടെങ്കിൽ ആൾക്കാർക്ക് ഇവിടെ വരാം, എൻജോയ് ചെയ്യാം. പിന്നെ നിങ്ങളൊരു 10 രൂപ വാഫും വെച്ചോ, നിങ്ങൾക്ക് വാഫും കിട്ടിക്കോളും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെയൊക്കെ വ്യൂ പോയിന്റുകളൊക്കെ ഇങ്ങനെ സംരക്ഷിക്കപ്പെടുള്ളൂ. ഇങ്ങനെ അലമ്പായി പോയിക്കൊണ്ട് അഴിഞ്ഞാട്ടം നടക്കുമല്ലേ ഇവിടെ. അത്യാവശ്യം നല്ലൊരു സ്ഥലമായത്. ഇതിന്റെ മുകളിലേക്കാണെങ്കിലും ക്ഷേത്രമാണേലും നല്ല അടിപൊളി ഒരു ക്ഷേത്രമാണ്. അപ്പൊ ഇത് ഇങ്ങനെ കണ്ടപ്പോ ഞങ്ങൾക്ക് ചെറിയ ബുദ്ധിമുട്ട് തോന്നി. അതുകൊണ്ട് പറഞ്ഞ ഒന്ന് ഇന്നോടെ കാണിച്ചു കൊടുത്തേ. നമ്മുടെ ഒരു വിഷമം ഞങ്ങളവിടെ പങ്കുവെക്കുന്നു.
ഇത് കണ്ടോ കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ? ഇതങ്ങനെ അങ്ങ് കിടക്കുമോ? പ്ലാസ്റ്റിക് കുപ്പി എല്ലാം ഉണ്ട്. ഞങ്ങൾ മിക്ക ദിവസങ്ങളിലും ഇതുവഴിയൊക്കെ പോകാറുള്ളതാണ്. ഓരോ ദിവസം ചെല്ലും തോറും പ്ലാസ്റ്റിക് കുപ്പികളുടെയും വേസ്റ്റുകളുടെയും ഒക്കെ എണ്ണം വർദ്ധിക്കുന്നതായിട്ടാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ വളരെ വിഷമമുണ്ട്. ഭംഗിയുള്ള കാഴ്ചകൾ ആസ്വദിക്കുന്നത് നമുക്കെല്ലാവർക്കും ഇഷ്ടമാണ്. എന്നാൽ ആ കാഴ്ചകൾക്ക് നടുവിൽ ഇത്തരത്തിലുള്ള മാലിന്യങ്ങൾ നിറയ്ക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? ഈ സ്ഥലം മനോഹരമായി നിലനിർത്തേണ്ടത് വരാനിരിക്കുന്ന ഓരോ സഞ്ചാരിയുടെയും കടമയാണ്. യാത്രകൾ മനോഹരമാകട്ടെ, പക്ഷേ മാലിന്യമാകാതിരിക്കട്ടെ. അപ്പം നിങ്ങളാരും ഇവിടെ വരുമ്പോൾ മാലിന്യങ്ങളൊന്നും വലിച്ചെറിയാതിരിക്കുക. നിങ്ങളുടെ കയ്യിലുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങളും കുപ്പിയും ഒന്നും ഇവിടെ ഇട്ടിട്ട് പോകാതിരിക്കുക. പോകുമ്പോൾ നിങ്ങൾ തന്നെ കൊണ്ടുപോവുകയാണെങ്കിൽ ഈ സ്ഥലം എന്നും ഇതുപോലെ തന്നെ ഇരിക്കും. അല്ലെങ്കിൽ ഒരു മാലിന്യത്തിൻ്റെ ഒരു ശവപ്പറമ്പായി നമ്മുടെ വ്യൂ പോയിൻറ്റുകൾ മാറും. അപ്പോൾ ഇതിൻ്റെയൊക്കെ അധികാരികൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ, പഞ്ചായത്തും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ മാലിന്യങ്ങൾ വളരെ നമുക്ക് കുറച്ചെടുക്കാൻ പറ്റുമല്ലോ. വരുന്ന സഞ്ചാരികളാണ് ഏറ്റവും പ്രധാനമായിട്ടും ഈ ശ്രദ്ധിക്കേണ്ടത്. അവർ കയ്യിലുള്ള പ്ലാസ്റ്റിക് കുപ്പിയൊക്കെ അവിടെ ഇട്ടേച്ച് പോകാതെ അതിനു വേണ്ടി ഉള്ള സ്ഥലങ്ങളിൽ ഇട്ടേച്ച് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇപ്പം മിക്ക സ്ഥലങ്ങളിലും ഉണ്ടല്ലോ പ്ലാസ്റ്റിക്കൊക്കെ ഇടാനുള്ള സൗകര്യങ്ങൾ. അപ്പോൾ അവിടെ കൊണ്ട് നിക്ഷേപിക്കുന്നതല്ലേ ഏറ്റവും നല്ലത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.